ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു തരി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ആദ്യം हम बनाने जा रहे तरी बिरयानी. ये केरला का एक स्पेशल बिरयानी है. दिखाएंगे कैसे. തരി ബിരിയാണിക്ക് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ചിക്കനാണ്. 1 കിലോ ചിക്കൻ, ബോൺലെസ് ചിക്കൻ. 1 കിലോ लिया है. ബോണുള്ള ചിക്കൻ എടുത്താലും കുഴപ്പമില്ല. ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തതേ ഉള്ളൂ. ബോൺ वाला चिकन लेने से भी अच्छा है. ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമസ്കാരം. ഹൽദി, മഞ്ഞൾ പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മിർച്ച പൗഡർ, 1 ടീസ്പൂൺ ഗോൾ മിർച്ചി का പൗഡർ, കുരുമുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല का പൗഡർ. अच्छे से मिलाएंगे. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. अच्छे से मिक्स करके मैरिनेट करने के लिए रखेंगे. फिर आधा मणिक्കൂർ मैरिनेट ചെയ്യാൻ വെക്കാം. आधा घंटा बंद करके मैरिनेट करने के लिए रखेंगे. मैंने 1 किलो रवा എടുത്തിട്ടുണ്ട്. 1 किलो सूजी लिया है. एक पैन में डाल के फ्राई करना है. रवा വെച്ചിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിത് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാൻ പോവാണ്. 1 ടേബിൾ സ്പൂൺ ബട്ടർ डाल दे. बटर का जगह में ये डालने से भी अच्छा है. ബട്ടറിന് പകരം നെയ്യ് ചേർത്താലും മതി. 1 ടേബിൾ സ്പൂൺ നെയ്യിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നല്ലതായിട്ട് വറന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിറമൊന്നും പോകരുത്. सूजी अच्छे से फ्राई हो गया. इसका कलर चेंज नहीं होना चाहिए. अभी गैस ऑफ करेंगे. ठंडा करने के लिए रखेंगे. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനൊന്ന് മാറ്റി വെക്കാം. മെറിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ അരമണിക്കൂറായി. आधा घंटा हो गया. चिकन मेरिनेट हो गया. अभी फ्राई करने के लिए डालेंगे. നമുക്കിത് ഫ്രൈ ചെയ്യാനുണ്ട്. चिकन एല്ലാം फ्राई ആയി കഴിഞ്ഞു. നമുക്ക് എടുത്ത് മാറ്റാം. चिकन पूरा फ्राई हो गया. निकाल लीजिए. चिकन വറുത്ത എണ്ണയിലോട്ട് തന്നെ നമുക്കൊരു 5 ഉള്ളി എടുത്ത് വഴറ്റാനിടാം. चिकन फ्राई हुआ वो तेल में 5 प्याज फ्राई करने के लिए डालेंगे. നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, अदरक, लहसुन, हरी मिर्च और प्याज एक ही साथ डाल के मिक्सी का जार में डाल दें. മിക്സിയുടെ ജാറിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പുതിന പത്ത, പുതിനയുടെ ഇല, ധനിയ പത്ത പൊട്ടിട്ട് ഇത് നമുക്ക് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. ഇവിടെ ക്രഷ് കറക്ക ആയിരിക്കും. നമുക്ക് ക്രഷ് ചെയ്ത സാധനമെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ക്രഷ് കറക്ക रखा सब प्याज में डालेंगे. मसाला आई കഴിഞ്ഞു. मसाला हल्का से फ्राई हो गया. अभी डालना है हल्दी. മഞ്ഞൾ പൊടി നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗോൾ മിർച്ചി का पाउडर, കുരുമുളക് പൊടി. अभी 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ധനിയ പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. अच्छे से मिला के फ्राई करना है. 3 टमाटो എടുത്തിട്ടുണ്ട്. 3 टमाटो लिया है और डाल के बंद करना है. നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. अच्छे से मिक्स करके बंद करके पकने के लिए रखेंगे. 2 ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കത് വറുത്തെടുക്കാം. तो प्याज काट के रखा है वो फ्राई करना है. സവോള വറന്ന് വരികയാണ്. നമുക്കിപ്പം പറങ്ങാണ്ടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് മുറിച്ചതാണ്. प्याज फ्राई हो रहे अभी काजू डाल रहे. छोटा छोटा काट के रखा है. वो फ्राई ആയിട്ട് വരട്ടെ. थोड़ा फ्राई होना है. പറങ്ങാണ്ടി ബ്രൗൺ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. काजू थोड़ा फ्राई हो रहे अभी किसमिस डाल दो. काजू और किसमिस एक मुट्ठी करके डाला है. പറങ്ങാണ്ടി മുന്തിരിങ്ങയും 1 പിടി വെച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പറങ്ങാണ്ടി മുന്തിരിങ്ങയൊക്കെ വറന്നു കഴിഞ്ഞു. काजू और किसमिस फ्राई हो गया वो निकाल देंगे. ഒരു പാനിനകത്തോട്ട് ഞാൻ 4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. 4 കപ്പ് റവ ഉണ്ടായിരുന്നു. 4 കപ്പ് വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 4 कप पानी डाला है. 4 कप सूजी था. इसमें अभी डाल रहे नमक. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചീനി डाल रहे. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 20 ഗ്രാം ബട്ടറാണ് ഞാൻ ഇടുന്ന. 20 ഗ്രാം ബട്ടർ डाला है. നല്ലതായിട്ട് തിളയ്ക്കാൻ വെക്കാം. अच्छे बॉईल होने के लिए रखेंगे. चिकन है मसाले എല്ലാം റെഡി ആയിട്ടുണ്ട്. चिकन का मसाला रेडी हो गया. फ्राई हुआ चिकन इसमें डाल रहे. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. മസാലക്കകത്തോട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. अच्छे से मसाले में मिक्स करेंगे. ചിക്കനും മസാലയും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. चिकन और मसाला अच्छे से मिला के बंद करके 5 मिनट रखेंगे.
വെള്ളം നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാനി പൂര അച്ഛത്തെ ബോയിൽ हो गया. 2 कैरेट पीस के रखा है. 2 ക്യാരറ്റാണ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. കുറച്ച് പുതിനയുടെ ഇലയാണ്. थोड़ा पुदीना पत्ता डाल रहे, थोड़ा सा धनिया पत्ता. ഫ്ലെയിം മുഴുവനും ചെറുതാക്കി ഇട്ടിട്ട് നമുക്ക് റവ കുറച്ച് ഇട്ട് കൊടുക്കാം. थोड़ा थोड़ा सूजी डालेंगे, पूरा डालेंगे. നമുക്കിത് മുഴുവനും ഇട്ട് കൊടുത്ത് ചെറിയ തീയിലിട്ട് വേണം ചെയ്യാൻ. लो फ्लेम में डाल के कर दीजिएगा. अच्छे से मिला दीजिएगा. നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്ത് एकदम लो फ्लेम में डाल के बंद करके रख दीजिएगा. 5 മിനിറ്റ് അതൊന്ന് ചെറിയ തീയിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം. റവ നോക്കിയേ തരിതരിയായിട്ടിരിക്കണം. ഈ പരുവായിരിക്കണം തരി ബിരിയാണിയുടെ. ऐसे ही स्टफ होना चाहिए. 1 कप सूजी के लिए 1 कप पानी डालने से ऐसे ही आ जाएगा. अभी ये हम बड़ा बर्तन में डाल रहे हैं. നമുക്കിത് ഒരു വലിയ പാത്രത്തിനകത്തോട്ട് മാറ്റാം. നമുക്ക് തരി ബിരിയാണി സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ചിക്കൻ ആയി കഴിഞ്ഞിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിരിക്കുക. ചിക്കൻ റെഡി हो गया. एक पैन रखा है. ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. പാൻ ഗരം हो गया. ഈ പാൻ ചൂടായി കഴിഞ്ഞു. നമുക്ക് അതിനകത്തോട്ട് ആദ്യം കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. സ്പ്രെഡ് करके डाल दीजिएगा. ഇതിന് മേലോട്ട് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. सूजी इसका ऊपर में डालना है. इसका ऊपर में काजू किशमिश और प्याज फ्राई करके रखा है. പറങ്ങാണ്ടി മുന്തിരിങ്ങയും ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചതാണ്. കുറച്ച് അതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ധനിയാ പത്ത डाल रहे, പുതിന ഇല ഇട്ട് കൊടുക്കാം. പുതിന പത്ത भी डाल रहे. थोड़ा सूजी डाल रहे. നമുക്കിതിൽ റവ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. रवा इट होगा. सूजी डालेंगे. ऐसे ही सब एक बार करके डाल दीजिए. ഇതുപോലെ നമുക്കെല്ലാം ചെയ്ത് എടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. थोड़ा घी डाल दें. बीच में घी डाल दीजिएगा. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഓരോ പ്രാവശ്യം ഇടുമ്പോഴും एक बार डालने का टाइम घी डाल दीजिएगा. ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ डालेंगे. നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്ത് കൊടുക്കാം. ऐसे ही सब लेयर करके बनाएंगे. നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത ശേഷം ये सब सेट करने के बाद देखिए बड़ा वाला फोर्क लिया है, इसमें से थोड़ा अंदर से दबा दीजिएगा. लो फ्लेम में डाल के ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ. ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ ആക്കി 10 മിനിറ്റ് രണ്ടൊക്കെ വെക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നമുക്ക് എടുക്കാം. ഇത് സൈഡിൽ നിന്ന് വേണം കട്ട് ചെയ്തെടുക്കാൻ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തരി ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ തരി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. सब लोग थोड़ा ट्राई कर देखिएगा. सूजी का बिरयानी है, एक डिफरेंट टेस्ट है केरला का. प्लीज लाइक, शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.